ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ ചെറിയ ബീഡുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വലിയ പിസ്ത കളറ്, അതിലും ചെറുതായിട്ട് ഉള്ളൊരു ഗ്രീൻ കളറ്, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറ്. അതിനുള്ള നൂലെടുത്തിട്ടുണ്ട്. 0.25 mm തിക്നെസ്സിലാണ്. ആ നൂലിലൂടെ നമുക്ക് 2 വലിയ പിസ്ത കളർ കോർത്തിട്ടുണ്ട്. അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് അടുത്തൊരു ഓഫ് വൈറ്റ് കളർ കോർക്കുന്നത്. ഒരു യെല്ലോ കളറായിട്ട് തോന്നും. ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക. കുറച്ച് നീളത്തിലുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 മീറ്ററോളം നീളമുണ്ട്. നമുക്ക് പിന്നീട് അത് ആവശ്യം വരും, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാം. ഒരു 4 എണ്ണം നമ്മൾ പിസ്ത കളറ് മുത്തോണ്ട് ചെയ്തെടുക്കണം ആദ്യം. ഇപ്പോൾ ഇവിടെ 3 എണ്ണം ചെയ്തെടുത്തു. 4 എണ്ണം ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന മുത്ത് ഈ ഒരു ബ്ലൂ കളറാണ്. ഇതുപോലെ 4 സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്ത 4 സ്റ്റെപ്പ് ഒരു ബ്ലൂ കളർ, സെയിം സൈസ് തന്നെയുള്ള ഒരു ബ്ലൂ കളർ കൊണ്ട് വീണ്ടും നമ്മൾ പിസ്ത കളർ 4 എണ്ണം ഉപയോഗിച്ചു. ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൂടെ ബാലൻസ് ഉള്ള നൂല് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് സൈഡിൽ ഇങ്ങനെ കോർത്തെടുക്കുന്നത്. ആ പിങ്ക് കളറ് ബീഡാണ് സൈഡിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുന്നത്. 2 സൈഡിലും ഒന്ന് കോർത്തെടുക്കുക. ഇതൊക്കെ സിമ്പിളാണ്. കുറേ നമ്മളെ വീഡിയോയിൽ ഇതുപോലെ ഈ ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ്, നെക്ലേസൊക്കെ ചെയ്തതാണ്. ഈ ഒരു രീതിയിലുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നമ്മൾ കോർത്തെടുത്ത് അവസാനം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നൂല് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു നൂല് കോർക്കുക. ഇതിൻ്റെ സെൻറ്ററിലൂടെ, വലിയ ബീഡിൻ്റെ സെൻറ്ററിലൂടെ കോർത്തെടുക്കണം. ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇടേണ്ടത് ഗ്രീൻ കളറ്, പിന്നൊരു പിങ്ക്, പിന്നൊരു ഗ്രീൻ കളർ. ഈ ഗ്രീൻ കളർ നല്ല ചെറുതാണ്. അതിന് പിങ്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ പിങ്ക് തന്നെയാണ്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ്, സൈഡിലുള്ള പിങ്ക് കളറിലൂടെയാണ് കോർക്കുന്നത്. നമ്മൾ കോർത്ത സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് കോർത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഇനി കോർക്കേണ്ടത്. അതുപോലെ അടുത്തതും ഇതുപോലെ നമ്മൾ 3 മുത്തിട്ട് താഴേക്ക് ഓപ്പോസിറ്റ് സൈഡ് പിങ്കിലൂടെയാണ് കോർക്കുന്നത്. ചെറിയ മുത്ത് നമ്മൾ ആദ്യം സൈഡിലൂടെ പിങ്ക് മുത്ത് കോർത്തല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് പിടിച്ചാൽ മതി. ഇത് നൈലോണിൻ്റെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ വലിയും, അപ്പോൾ കോർക്കാൻ സുഖമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് വലിച്ച് പിടിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കാം. എല്ലാം ഇങ്ങനെ ചെരിച്ച് താഴോട്ടുള്ള നമ്മൾ കോർക്കുന്നതിൻ്റെ താഴെ കാണുന്ന ആ പിങ്ക് ബീഡിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. 3 മുത്താണ് നമ്മൾ കോർക്കുന്നത്. ഒരു പച്ച, സെൻറ്ററിലൊരു പിങ്ക്, പിന്നൊരു പച്ച ചെറിയ മുത്താണ് പിങ്കിനേക്കാളും. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് കോർത്തെടുക്കുക. മൊത്തമായിട്ട് ഇതുപോലെ കോർത്തെടുക്കുക. കോർത്തെടുത്തതിന് ശേഷം ആ നൂല് തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. അത് മറ്റേ സൈഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോർത്ത ബീഡിൻ്റെ ആ പിസ്ത കളർ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു പച്ച മുത്ത് കോർക്കുക. എന്നിട്ട് ആദ്യം കോർത്ത ആ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോർത്തില്ല, ആ പിങ്ക് മുത്തിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കോർക്കുക. പിന്നീട് ഒരു പച്ച മുത്തും കൂടി ഇട്ടിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റായിട്ടുള്ള ആദ്യം കോർത്ത് നമ്മളെ പിങ്കിൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. അതായത് നമ്മൾ ഒരു സൈഡാണ് ആദ്യം ഇങ്ങനെ ചെരിച്ച് കോർത്തത്. രണ്ടാമത് ചെരിച്ച് കോർക്കുന്ന സമയത്ത് പിങ്ക് ബീഡ് ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കോർത്ത പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. അത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ടുണ്ടാവും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നിയെങ്കിലും
ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈസിയാണ്, കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്ത് നോക്കാം. സെക്കൻഡ് ചെയ്യുമ്പോൾ, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ പിങ്ക് ബീഡ് ഇടേണ്ട ആവശ്യമില്ല. ഗ്രീൻ ബീഡ് ഇട്ട് പിന്നെ നമ്മൾ പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് പിന്നെയും ഗ്രീൻ ബീഡ് ഇട്ട് പിന്നെ ഓൾറെഡി അതിൽ നമ്മൾ ആദ്യം കോർത്ത് വെച്ച പിങ്ക് ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബാലൻസ് ഭാഗം ഇങ്ങനെ ഒന്ന് കെട്ടിട്ടിട്ടുണ്ട്. നല്ല പോലെ കെട്ടിടുക. ബാക്കി ഭാഗം കരിയിച്ച് കളയും. ഇത് നമുക്ക് സെൻറ്ററിൽ വെക്കാനാണ്. ഇനി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വയറെടുത്തിട്ടുണ്ട്. നമ്മളെ ബോമലൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ കെട്ടുന്നത് കുറച്ച് മേലോട്ടാക്കിയിട്ടാണ് കെട്ടുന്നത്. പിന്നെ ഇങ്ങനെ ഒന്ന് താഴോട്ട് ചുറ്റിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ആ ബ്ലൂ നമ്മൾ സെൻറ്ററിൽ വെച്ച മുത്താണിത്, ആ ഒരു ബ്ലൂ കളറ്, അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതിൽ ചുറ്റിയെടുക്കുക. വളരെ എളുപ്പമാണ്. ഏകദേശം സെൻറ്ററിലോട്ട് വരുന്ന വരെ ആ ഒരു നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ആ ബീഡിൻ്റെ വർക്ക് സെൻറ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം. അതുവരെ ഏകദേശം നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ എയർ ബോമിൽ ഒരു അടയാളമൊക്കെ ഇട്ട് വെക്കുക. ഇതൊന്നിങ്ങനെ ഉള്ളിലൂടെ ഒന്ന് നമുക്ക് നിർത്തേണ്ട സമയമായി കഴിഞ്ഞാൽ ഉള്ളിലൂടെ ഒന്നിങ്ങനെ ഒരു 3-4 വട്ടം ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ആ വർക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്ത് ഇനി അവിടെ ഇതൊന്ന് ഫിറ്റ് ചെയ്യണം. ഇതും ഇങ്ങനെ നല്ല ബലമായിട്ട് പിടിച്ചിട്ട് നല്ല ടൈറ്റിൽ തന്നെ കെട്ടണം. എന്നാലേ ഇത് ഇളകാതിരിക്കുള്ളൂ. നന്നായി ടൈറ്റിൽ കെട്ടുക. നമ്മൾ ഉപയോഗിച്ച വയറ് 0.25 ആയതുകൊണ്ട് തന്നെ ഒട്ടും അത് കാണൂല, കെട്ടിയതൊന്നും അറിയൂല. നല്ല സുഖമായിട്ട് കെട്ടാൻ പറ്റിയൊരു വയർ തന്നെയാണിത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ ഇരുന്നും ചെയ്തോളും, ഒട്ടും കാണൂല്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉള്ളിലൂടെയൊക്കെ ഒന്ന് എടുക്കുക. നമുക്ക് എത്രത്തോളം ഇത് കംഫർട്ടായി തോന്നുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോ ബീഡും ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒറ്റ വയറിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്ക് കുറച്ച് കൂടുതൽ വയറെടുക്കണം. പിന്നെ ബാലൻസ് വന്ന വയർ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ബീഡൊന്ന് ഒരു ഓർഡറിൽ നിൽക്കുകയും ചെയ്യും, ഒന്നും കൂടി സ്ട്രോങ് ആവുകയും ചെയ്യും. തിരിച്ച് ഓപ്പോസിറ്റും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റുന്നുണ്ട്. അവസാനം നമുക്കൊന്ന് ചുറ്റിയെടുത്ത് ഈ ഭാഗത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നിങ്ങളുടെ കയ്യിൽ വയർ ബാലൻസ് ആണെങ്കിൽ നമുക്ക് എൻഡ് വരെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടാവാം. എന്നിട്ട് നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ എയർബോ റെഡി ആയിട്ടുണ്ട്. അടിപൊളി എയർബോ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ തന്നെ നമ്മളൊരു അലിഗേറ്റർ ക്ലിപ്പും ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. അലിഗേറ്റർ ക്ലിപ്പ് നിൽക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളൊരിത് വേറൊരു അലിഗേറ്റർ കൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പശ ഉപയോഗിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പശം കൂടി ഒന്ന് ജസ്റ്റ് ഇടയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്